കോഴിക്കോട് അന്ന് യുവതി താമസിച്ചിരുന്ന ഫ്ലാറ്റിലേക്ക് വേടൻ എത്തുന്നത്. അവിടെ വന്നു സംസാരിക്കുന്നിടയിൽ, താഴെ ഇരുന്ന് സംസാരിക്കുന്നിടയിൽ തന്നെ ചുംബിക്കാൻ അനുമതി തേടി. അപ്പോൾ സമ്മതം നൽകിയെന്നും യുവതി പറയുന്നുണ്ട്. അതിനുശേഷമാണ് തന്നെ കാരണം ആരൊക്കെയോ എന്തൊക്കെയോ ഒരു ദുരനുഭവം ആർക്കൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞ് ഇങ്ങനെ കമന്റുകൾ കണ്ടപ്പോൾ ആ കമന്റ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പുറത്തുനിന്ന് പറയട്ടെ. കേട്ടല്ലോ നിങ്ങൾ. കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ വേടനുമായി റിലേറ്റ് ചെയ്ത് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണിത്. ഈ വീഡിയോയ്ക്ക് മുമ്പ് ഞാനൊരു വീഡിയോയിൽ കുറച്ച് കമൻറ്റുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റുകളെല്ലാം ഇപ്പോൾ വേടനെതിരെ കേസ് കൊടുത്ത ആ ഡോക്ടറിനെ പറ്റിയിട്ടുള്ളതായിരുന്നു. ഞാൻ വീഡിയോകൾ പഴയതൊക്കെ പോയി കുറച്ച് തപ്പി, അപ്പോഴാണ് ഒരു വീഡിയോയിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പോർഷൻ കിട്ടിയത്. ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ വേടനെതിരെ കണ്ട ആ കമൻറ്റുകൾ വെച്ച വീഡിയോ ഞാൻ കണ്ടില്ല. ഏതോ ഒരു വീഡിയോയിൽ എന്തായാലും ഉണ്ട്. പക്ഷേ ഈ പോയിന്റ് ഞാൻ പറഞ്ഞത് എൻ്റെ ഭാഗ്യത്തിന് കിട്ടി, നിങ്ങളെ കാണിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് ഞാൻ കരുതി. തെളിവുകൾ വേടനെതിരെ ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്തു വരട്ടെ. വേടൻ തെറ്റുകാരനാണെങ്കിൽ വേടന് തക്കതായ ശിക്ഷ ലഭിക്കണം. എന്നാൽ ഇന്ന് രാവിലെ തൊട്ട് വാർത്താ ചാനലുകളിൽ കൂടെ വരുന്ന വാർത്തകൾ നമ്മളെല്ലാവരും കാണുന്നതാണ്. അതിലെല്ലാം വേടനെതിരെ ആ സ്ത്രീ കൊടുത്ത പരാതിയുടെ ഒരു ഉള്ളടക്കം വെച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എനിക്ക് കംപ്ലീറ്റ്ലി അങ്ങോട്ട് ആ സ്ത്രീയുടെ കൂടെ നിൽക്കാൻ തോന്നുന്നില്ല. കാരണം വേടൻ അനുവാദം ചോദിച്ചിട്ടാണ് എന്നെ ഉമ്മ വെച്ചത് എന്നൊരു കാര്യം ആ സ്ത്രീ പറഞ്ഞതായിട്ട് അറിയാൻ സാധിച്ചു. വേടൻ അനുവാദം ചോദിച്ചിട്ടാണ് അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം പുലർത്തിയതെങ്കിൽ അവസാനം ആ ബന്ധം നിർത്തിയ ഉടനെ വേടനെതിരെ ഒരു ബലാത്സംഗ കേസ് കൊടുക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് 100% യോജിക്കാൻ സാധിക്കുന്നില്ല. വേടൻ ആ ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെയാണ് ആ സ്ത്രീയുടെ ദേഹത്ത് സ്പർശിച്ചതെങ്കിൽ അത് തെറ്റാണ്. പക്ഷേ അനുവാദത്തോടു കൂടി രണ്ടുപേരും ചെയ്തൊരു കാര്യം, ആ ഒരു റിലേഷൻ എൻഡ് ചെയ്യുമ്പോൾ ആ ചെയ്ത കാര്യത്തെ വേടൻ്റെ തിരയിൽ മാത്രം കെട്ടിവെച്ച് അതൊരു ബലാത്സംഗവും പീഡനവുമായി മാറ്റുന്നതിനോട് എനിക്ക് കംപ്ലീറ്റ്ലി യോജിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ തെമ്മാടിത്തരം വേടൻ കാണിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും ഇന്ന് രാവിലെ വന്ന വാർത്ത, നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് പറയാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. അത് 200 ദിവസത്തിന് മേളിൽ ഒരു വളരെ പ്രായം ചേർന്നൊരു വ്യക്തി ജയിലിൽ കിടന്നതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഞാൻ ഇന്ന് കാണാനിടയായി. അതും ഒരു തെറ്റും ചെയ്യാതെ ഒരു പെൺകുട്ടിയുടെ കേസ്, അതൊരു ഫേക്ക് കേസ്. ആ ഒരു പാവപ്പെട്ട വ്യക്തി തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തു. എന്നിട്ട് അവസാനം ആ പെൺകുട്ടി തന്നെ വന്ന് രംഗത്ത് വന്ന് പറയുകയാണ്, എന്നെ അയാൾ ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ മുൻ കാമുകനെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ കാമുകനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ വ്യക്തിയുടെ തലയിൽ കേസ് കൊണ്ടിട്ടത് എന്ന് പറയുന്ന ഒരു വാർത്ത ഞാനിന്ന് കണ്ടു. ഇതൊക്കെ കാണുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ ഒരാളെ അങ്ങോട്ട് തള്ളി പറയരുത്. ഇന്ന് നമുക്ക് തള്ളി പറയേണ്ട വന്നാൽ നാളെ ചിലപ്പോൾ അയാൾ നിരപരാധിയാണെന്ന് അറിയേണ്ട വന്നാൽ നമുക്ക് ക്ഷമ ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് വേടൻ്റെ കാര്യത്തിൽ ഞാൻ കംപ്ലീറ്റ്ലി വേടനെ ഒരു തെറ്റുകാരനായിട്ട് എനിക്ക് കാണാൻ സാധിക്കാത്തത്. കാരണം തെളിവുകൾ വരട്ടെ. എന്തായാലും ഈ വാർത്ത നമുക്കൊന്ന് കേട്ടു തുടങ്ങാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ്, അതാണ് ഈ മണിക്കൂറിലെയും പ്രധാനപ്പെട്ട വാർത്ത. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവ ഡോക്ടറുടെ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത്. ലഹരി നൽകിയാണ് കൊച്ചിയിലും കോഴിക്കോടും വെച്ച് പീഡിപ്പിച്ചതെന്നാണ് യുവതിയുടെ മൊഴി. 2021 മുതൽ 2023 വരെ പലപ്പോഴായി യുവതിയുടെ വീട്ടിൽ വെച്ചും മേലൂരിലുള്ള സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചും പീഡിപ്പിച്ചു. 2023 താൻ ടോക്സിക് ആണെന്ന് പറഞ്ഞ് ഒഴിവാക്കിയെന്നും യുവതി. വേടന് ആൽബം ഇറക്കാൻ സാമ്പത്തിക സഹായം നൽകിയെന്നും പലപ്പോഴായി പണം നൽകിയിട്ടുണ്ടെന്നും യുവതി പോലീസിനോട് പറഞ്ഞു. 2 വർഷത്തിനിടെ 31,000 രൂപയും കൈമാറി. ഈ വാർത്ത ഇത്രയും പോർഷൻ കേട്ടപ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ്, എവിടെയായിരുന്നു ഈ സ്ത്രീ ഈ 2 കൊല്ലത്തോളം? 2021 തൊട്ട് 2023 വരെയായിരുന്നു ഇവരുടെ റിലേഷൻ. ഇവരുടെ ഇടയ്ക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളും അപ്പോഴാണ് ലാസ്റ്റ് ടോക്സിക് ആണെന്നും പറഞ്ഞ് വേടൻ കൈയൊഴിഞ്ഞ് അങ്ങ് പോയി. ഈ 2 വർഷം എവിടെയായിരുന്നു ഈ സ്ത്രീ? എവിടെയായിരുന്നു? എന്തുകൊണ്ട് ഇത്രയും കാലം രംഗത്ത് വന്നില്ല? ഇപ്പോൾ വന്നു. എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ്. ഇനി നമുക്ക് ബാക്കി കഥകളും കൂടെ ഒന്ന് കേൾക്കാം. അതേസമയം വേടൻ എവിടെയെന്ന് അറിയില്ലെന്നും പരാതി നിയമപരമായി നേരിടുമെന്നും വേടന്റെ സഹോദരൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു.
ബിഞ്ചു, ഇതിൽ പ്രധാനമായും 2021 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ പലപ്പോഴായി തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും ഉന്നയിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനം. അതിലേക്ക് നയിച്ചത്, അതായത് 2021 ഈ പരാതിക്കാരിയായ യുവതി PG പഠനം നടത്തുകയായിരുന്നു. കോഴിക്കോട് വെച്ചാണ് താമസിച്ചായിരുന്നു പഠനം. ഈ സമയത്താണ് വേടന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലടക്കം വന്ന വേടന്റെ പാട്ടുകളും അതോടൊപ്പം തന്നെ ഇതെല്ലാം കണ്ട് അതിൽ ആകർഷണമായി പിന്നീട് ഇൻസ്റ്റഗ്രാം വഴി സന്ദേശം അയച്ചു. അങ്ങനെ പരിചയപ്പെട്ടു. പിന്നീട് നമ്പറുകൾ കൈമാറി ആ ബന്ധം അങ്ങനെ വളരുകയായിരുന്നു. ഈ ഘട്ടത്തിൽ തന്നെ വിവാഹം കഴിക്കണമെന്നൊരു ആഗ്രഹം വേടൻ പ്രകടിപ്പിച്ചിരുന്നതായും ആ പരാതിയിൽ പറയുന്നുണ്ട്. ഇതിനുശേഷമാണ് 2021 ഫേസ്ബുക്കിൽ തന്നെ കുറിച്ച് വന്ന ഒരു കുറിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനെന്ന രീതിയിൽ കോഴിക്കോട് അന്ന് യുവതി താമസിച്ചിരുന്ന ഫ്ലാറ്റിലേക്ക് വേടൻ എത്തുന്നത്. അവിടെ വന്നു സംസാരിക്കുന്നിടയിൽ, താഴെ ഇരുന്ന് സംസാരിക്കുന്നിടയിൽ തന്നെ ചുംബിക്കാൻ അനുമതി തേടി അപ്പോൾ സമ്മതം നൽകിയെന്നും യുവതി പറയുന്നുണ്ട്. അതിനുശേഷമാണ് തന്നെ കേട്ടല്ലോ നിങ്ങൾ, ചുംബിക്കാൻ അനുവാദം ചോദിച്ചു. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്. സോ ആദ്യമായിട്ട് വേടൻ ഈ ലേഡിയെ സ്പർശിക്കുന്നത് അവരുടെ അനുവാദം ചോദിച്ചുകൊണ്ടാണ്. അല്ലാതെ അനുവാദം ചോദിക്കാതെ ഒരു റൂമിൽ കെട്ടിയിട്ട് ആ സ്ത്രീയോട് മിസ്ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും വേടൻ്റെ സൈഡിൽ ഒരു പെർസെൻറ്റേജ് പോലും, ഒരു 0.1% പോലും സപ്പോർട്ട് ചെയ്ത് ഞാൻ നിൽക്കത്തില്ല. പക്ഷേ ഇവിടെ ആദ്യമായിട്ട് അങ്ങോട്ട് ചോദിച്ച് അതിന് ശേഷമാണ് ഇവർ ബന്ധത്തിലേർപ്പെടുന്നത്. അതിനുശേഷം പല സ്ഥലങ്ങളിൽ വെച്ച് ഇവർ രണ്ടുപേരും ബന്ധങ്ങൾ പുതുക്കുന്നുണ്ട്. സോ രണ്ടുപേരുടെയും കൺസേണോട് കൂടെയാണ് പരിപാടികളൊക്കെ നടന്നത്. ലാസ്റ്റ് ആ പെൺകുട്ടി ടോക്സിക് ആണെന്ന് മനസ്സിലായപ്പോൾ വേടൻ കൈ കഴുകി ഒഴിഞ്ഞ് അതാണ് സംഭവിച്ചത്. കാര്യം പിടികിട്ടിയല്ലോ നിങ്ങൾക്ക്. കൈ കഴുകി ഒഴിഞ്ഞു. അതാണ് ഇവരുടെ ഇടയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. സോ ഇതിൽ രണ്ടുപേരും തെറ്റുകാരല്ലേ? വേടൻ ആ പെൺകുട്ടിയോട് അനുവാദം ചോദിക്കാതെ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു റൂമിലിട്ട് ആ പെൺകുട്ടിയെ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുകയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചോദ്യവും പറച്ചിലൊന്നും വേണ്ട, ഇവരെ പിടിച്ചെടുത്ത് ഉള്ളേ തള്ളാം. ഇത് പക്ഷേ അതല്ല സംഭവിച്ചിരിക്കുന്നത്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ആദ്യമേ. പിടികിട്ടിയില്ലേ? രണ്ടുപേരുടെയും താല്പര്യപ്രകാരമാണ് അവർ തമ്മിലുള്ള പരിപാടികളൊക്കെ നടന്നത്. ഇനി ബാക്കി കേൾക്കാം. ബലാത്സംഗം ചെയ്തെന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. ആ തീയതി പക്ഷേ യുവതിക്ക് ഓർമ്മയില്ല. പക്ഷേ തന്നെ ബലാത്സംഗം ചെയ്തതിന് ശേഷം തന്നെ വിവാഹം ചെയ്യാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. പിന്നീട് 3 ദിവസത്തിന് ശേഷമാണ് വേടൻ ആ വീട്ടിൽ നിന്നും ആ ഫ്ലാറ്റിൽ നിന്നും പോകുന്നത്. പിന്നീട് പലപ്പോഴായി പല ഘട്ടങ്ങളിലായി കോഴിക്കോടുള്ള ഫ്ലാറ്റിലും അതോടൊപ്പം തന്നെ പിന്നീട് യുവതിക്ക് ജോലി ലഭിച്ച് കൊച്ചിയിലെത്തുന്നു. കൊച്ചിയിൽ താമസമാക്കിയ ഫ്ലാറ്റിലും വേടൻ എത്തിയിട്ടുണ്ട്. അവിടെ ആ 2 സ്ഥലങ്ങളിൽ വെച്ചും കൂടാതെ ഏലിയിലുള്ള വേടന്റെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് എല്ലാവരും ഒത്തുകൂടിയിരുന്നു. അവിടെ വെച്ചും തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. അല്ല, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക, ഇതെങ്ങനെ ബലാത്സംഗവും ലൈംഗികമായുള്ള പീഡനവും ആകും? അല്ല, എനിക്കറിയാൻ പാടില്ല. കാരണം ഒരാളുടെ ഇഷ്ടമില്ലാതെ വളരെ മൃഗീയമായി അവരെ ഉപദ്രവിക്കുന്ന ഒരു പരിപാടിയല്ലേ ഈ ബലാത്സംഗം എന്ന് പറയുന്നത്. ഇത് ആ സ്ത്രീയുടെ കൺസേണോട് കൂടി ആയിരിക്കുമല്ലോ ഇത് നടന്നത്. കാരണം ആദ്യമായിട്ട് ഇവർ തമ്മിൽ നടക്കുമ്പോഴും കോഴിക്കോട്ടെ ഫ്ലാറ്റിൽ ചെന്ന് സംസാരിക്കുമ്പോഴും താഴെ ഇരുന്ന് അങ്ങോട്ട് ചോദിച്ചു, ഞാൻ ഒരു ചുംബനം തരട്ടെ. ഓക്കെ പറഞ്ഞിട്ടാണ് രണ്ടുപേരും കൂടെ മുറിയിലോട്ട് പോകുന്നത്. അതിനുശേഷം ആ പെൺകുട്ടി കൊച്ചിയിൽ വന്നപ്പോഴും ഒക്കെ ഫ്ലാറ്റിൽ ചെല്ലുന്നുണ്ട്. രണ്ടുപേരും സമ്മതത്തോടു കൂടി തന്നെയല്ലേ ഈ കാര്യങ്ങളൊക്കെ നടത്തിയത്. പിന്നെ ലാസ്റ്റ് ഒരു റിലേഷൻ നിർത്തി അവന് വേണ്ട എന്ന് പറഞ്ഞവൻ പോകുമ്പോഴത്തേക്ക് അപ്പോൾ ചാടി കയറി ബലാത്സംഗവും പീഡനവും പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ ബലാത്സംഗം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചങ്ങോട്ട് കയറിപ്പോയില്ലേ? അതൊക്കെ എനിക്ക് അതിൻ്റെ ആ ഒരു പൊരുൾ അങ്ങോട്ട് കിട്ടുന്നില്ല. തെറ്റുകാർ രണ്ടുപേരുമാണ്. നമ്മൾ പറയാറില്ലേ, സ്ത്രീകൾക്ക് നല്ല രീതിയിലുള്ള സുരക്ഷ ഇവിടെ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാത്തിലും ഒരു മുന്നിൽ കൊടുത്തോളൂ അവർക്ക് ഒരു കൺസേൺ. പക്ഷേ ഇവിടെ കൺസേൺ കൊടുത്ത് എന്തും ചെയ്യാമെന്നായി. ആ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. രണ്ട് വ്യക്തികൾ ഒരു റിലേഷനിൽ നിന്നു. കുറച്ച് കഴിയുമ്പോൾ അത് ഒത്തു പോകുന്നില്ല എന്ന് തോന്നി മാറിയിട്ട് 1-2 വർഷം കഴിഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ കിടക്കുന്ന വൈരാഗ്യം അല്ലെങ്കിൽ ദേഷ്യം അത് തിരിച്ചു ആവും. ഒരു പുരുഷനാണെങ്കിലും ഇതൊക്കെ ചെയ്യും. ഉള്ളിൽ ആ ഒരു ദേഷ്യം വെച്ചിട്ട് പിന്നെ വന്നൊരു കേസ് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് അങ്ങോട്ട് കംപ്ലീറ്റ്ലി അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. വേടൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അവൻ ആദ്യത്തെ പ്രാവശ്യം ചോദിച്ചു, അതായത് ചോദിച്ചിട്ടാണ് ഉമ്മ വെച്ചത് എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. കേട്ടല്ലോ? അതിനുശേഷം നടന്നതൊക്കെ ആ പെൺകുട്ടിയുടെ അറിവില്ലാതെയാണെങ്കിൽ വളരെ മൃഗീയമായി അതിനെ കെട്ടിയിട്ടിട്ടോ റൂമിൽ പൂട്ടിയിട്ടിട്ടോ അങ്ങനെയൊക്കെയാണ് ചെയ്തതെങ്കിൽ ഇവനകത്ത് പോവുക തന്നെ വേണം. ഞാൻ ഒരു രീതിയിലും ഇവനെ സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷേ അതല്ല എങ്കിൽ വേടൻ എന്നുള്ളത് നിങ്ങൾ വിടൂ. വേറെ ഏതെങ്കിലും ഒരു മനുഷ്യനാണെങ്കിൽ പോലും നമുക്കിതല്ലേ പറയാൻ പറ്റുള്ളൂ. ബാക്കിയും കൂടെ ഒന്ന് കേട്ടോ നിങ്ങൾ. 2022 ജൂണിൽ കൊച്ചിയിലെ ഫ്ലാറ്റിൽ വെച്ച്
തന്നെ പീഡിപ്പിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും അത് ബ്ലീഡിംഗ് ഉണ്ടായെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ ആ പരാതിയിൽ പറയുന്നുണ്ട്. 2023 മാർച്ചോടുകൂടിയാണ് പിന്നീട് കൊച്ചിയിൽ ഒരു കൺസേർട്ടിനായി എത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷെ പിന്നീട് വേടൻ തന്റെ വീട്ടിലേക്ക് വന്നില്ല. പിന്നീട് ദസ്തി ഉൾപ്പെടെയുള്ള മറ്റു റാപ്പർമാരുമായി സംസാരിച്ചു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത ദിവസം വേടൻ തന്റെ വീട്ടിലെത്തിയെന്നും അവിടെ വെച്ച് താൻ ടോക്സിക് ആണെന്നും തനിക്ക് കുറെ സ്ത്രീകൾ അല്ലെങ്കിൽ തനിക്ക് മറ്റു സ്ത്രീകളുമായി ബന്ധപ്പെടാൻ ഈ യുവതി അനുവദിക്കുന്നില്ല എന്നുള്ള പരാതി സുഹൃത്തുക്കൾ ഉൾപ്പെടെ നിൽക്കുമ്പോൾ പറയുകയും പിന്നീട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. അതിനുശേഷം പലപ്പോഴും ഫോണിൽ ബന്ധപ്പെട്ടു നമുക്ക് സ്വസ്ഥമായി സംസാരിക്കാം എന്നുള്ള രീതിയിൽ മറുപടി നൽകി. പക്ഷെ പിന്നീട് തന്നെ പൂർണ്ണമായും ഒഴിവാക്കുകയായിരുന്നു. ഈ ബന്ധം കഴിയാമെന്നുള്ള രീതിയിലേക്ക് നിലപാടെടുത്തു. അതിനുശേഷം വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. ഇതിന് ചികിത്സ തേടിയെന്നും യുവതി ഈ പരാതിയിൽ പറയുന്നുണ്ട്. ആ പെൺകുട്ടി പറയുന്നതിനകത്തുനിന്ന് മനസ്സിലാവുന്നത് നൈസായിട്ട് അവസാനം കൈ ഒഴിഞ്ഞു, ഓക്കെ, അത് മനസ്സിലാക്കാം. പക്ഷേ ബലാത്സംഗം പീഡനം എന്നൊക്കെ പറഞ്ഞു പോകുന്നതിനകത്ത് എനിക്ക് അത്ര അങ്ങോട്ട് അതിനകത്ത് എത്ര പൊരുളുണ്ട് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ വേടൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആ പെൺകുട്ടി പറയുന്നൊരു കാര്യം, വേടൻ ആ പെൺകുട്ടിയായിട്ട് മാത്രമല്ല വേറെ പലരുമായിട്ട് എനിക്ക് ബന്ധം പുലർത്തണം, അതിന് ഇവള് സമ്മതിക്കുന്നില്ല, അപ്പോഴാണ് ഇവളെ ടോക്സിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡാഡി ഇല്ലാത്ത പരിപാടി. അത് ഞാൻ പറയും, മനസ്സിലായില്ലേ? അത് ഞാൻ പറയും. ആ ഒരു കാര്യത്തിലൊന്നും വേടനെ നമുക്ക് ഒരു തുള്ളി പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മറ്റേത് ഈ രണ്ടുപേരുടെയും ഇഷ്ടത്തോടു കൂടിയാണ് ഇതൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് വന്നിട്ട് വേടൻ്റെ തലയിൽ മാത്രം വെച്ചിട്ട് പോകുന്ന ആ ഒരു സ്കീമാണെങ്കിൽ അതിനോട് യോജിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഞാനിത് പറയാൻ കാരണം ഈ ഒരു വാർത്തയും കൂടെയാണ്. ഒരു പാവപ്പെട്ടവൻ, അവൻ്റെ ജീവിതം, നല്ല പ്രായമുണ്ട്, എൻ്റെയൊക്കെ അച്ഛൻ്റെ പ്രായം കാണും, അയാളെ ഒരു സെക്യൂരിറ്റി ആയിട്ട് ഇരുന്നപ്പോൾ അയാളുടെ നെഞ്ചത്ത് വന്ന ഒരു പണി, ചെറിയ പണിയല്ലത്. ഇത് കേക്ക് നിങ്ങളെ. സുഹൃത്തിനെ രക്ഷിക്കാൻ പെൺകുട്ടി കൊടുത്ത കള്ളമൊഴി 75-കാരനെ തടവറയിലാക്കിയത് 9 മാസമാണ്. സ്കൂളിലെ സുരക്ഷാ ജീവനക്കാരന്റെ ജയിലിലെ അവസ്ഥ കണ്ട് അവസാനം 15-കാരി കോടതിയിൽ മൊഴി തിരുത്തുകയായിരുന്നു. ഇന്നിപ്പോൾ ആ ദുരനുഭവം നമ്മളോട് തുറന്നു പറയാൻ 285 ദിവസം ജയിൽവാസം അനുഭവിച്ച MJ ജോസഫും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ P ബൈജുവും നമുക്കൊപ്പം അതിഥികളായി ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് MJ ജോസഫിലേക്ക് പോകാം. ഇല്ല, അവർക്ക് പറയാനുള്ളതൊന്നും ഇനി നമുക്ക് കേൾക്കണമെന്നില്ല. കാരണം ആ പാവപ്പെട്ടവൻ്റെ കരച്ചിലായിരിക്കും. എനിക്ക് കാണാൻ വയ്യ. 285 ദിവസം ഒരു പെൺകുട്ടി കാരണം. കേട്ടോ നിങ്ങൾ? ആ പെൺകുട്ടി അവളുടെ കാമുകനെ രക്ഷിക്കാൻ വേണ്ടി നേരെ ഈ പാവത്തിൻ്റെ നെഞ്ചത്തോട്ട് വെച്ചു കൊടുത്തു. അത്രയും ദിവസം അത് പോയി കിടന്നു അകത്ത്. ഒന്ന് ആലോചിച്ചേ. അവസാനം ആ പെൺകുട്ടി തന്നെ മനസ്സലിവായി കോടതി വന്ന് കാര്യം പറഞ്ഞു, ഇല്ല പണിമാളിപ്പോയതാ. ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾ. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലാണ് നടക്കുന്നത്. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിലാണ് നടക്കുന്നത്. സോ ഇതൊക്കെ നമ്മളൊന്ന് ഓർത്ത് വെക്കണം. എന്നിട്ട് മാത്രം നമ്മൾ ഒരാളെ കുറ്റം പറയുക, മനസ്സിലായില്ലേ? എന്നിട്ട് മാത്രം ഈ ഒരു കേസിൽ, കാരണം ജയിലിലൊക്കെ പോയി കിടക്കുന്ന കേസാണോ, എന്തിനാ അങ്ങനെയുള്ള ചെറിയ ചെറിയ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ എല്ലാവരുടെ ഇടയ്ക്കും, എല്ലാ കുടുംബത്തിലും എല്ലാ കമിതാക്കളുടെ ഇടയ്ക്കും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ പേരിൽ ഈ ഇത്രയുള്ള കാര്യം ഇത്രയാക്കി ജയിലിനകത്ത് തള്ളുന്നത്, അത് ജെനുവിനാണെങ്കിൽ ഓക്കെ, കള്ളത്തരമുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളെ, പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.